ഹരി ഓം. ശ്രീ പരമേശ്വരൻ പറയുന്ന കഥ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ് പാർവതീദേവി. നമുക്കും കേൾക്കാം. സരയൂ നദീതീരത്തുള്ള വളരെ മനോഹരമായ ഒരു നഗരമായിരുന്നു അയോധ്യ. അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. നന്നായി രാജ്യഭരണമൊക്കെ നിർവഹിച്ച് ഇരിക്കുന്ന ദശരഥന് പുത്രന്മാരൊന്നും ഇല്ല എന്ന് ദുഃഖമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഗുരുവായ വസിഷ്ഠ മുനീന്ദ്രനെ വന്ദിച്ച് ചോദിച്ചു: ഗുരു, പുത്രന്മാരില്ലാത്തതുകൊണ്ട് ഈ രാജ്യവും സമ്പത്തും ഒക്കെ വെറുതെയാണ്. സൽപുത്രന്മാരുണ്ടാവാൻ ഉള്ള മാർഗം ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ഭാവിയെക്കുറിച്ചെല്ലാം അറിയാൻ കഴിവുള്ള വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: രാജാവേ, ഒട്ടും ഖേദിക്കണ്ട. അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം. ഋഷ്യശൃംഗമുനിയെ വരുത്തി പുത്രകാമേഷ്ടി എന്ന യാഗം നടത്താം. അങ്ങനെ വസിഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ വിഭാണ്ഡകമുനിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തി സരയൂ നദീതീരത്ത് ഗംഭീര യാഗശാല പണി കഴിപ്പിച്ചു. രാജാവ് പത്നിമാരോടുകൂടി യാഗം ദീക്ഷിച്ചു. യാഗാഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ പായസവുമായി വന്നു. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും. ദേവനിർമ്മിതമായ ഈ പായസം സ്വീകരിച്ചാലും ഇത് കഴിച്ചാൽ പുത്രഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് പായസകുംഭം ദശരഥന് നൽകി. അഗ്നിദേവൻ മറഞ്ഞു. ദശരഥൻ സന്തോഷപൂർവം പായസം സ്വീകരിച്ച് പാത്രത്തിൽ നിന്ന് പകുതി പായസമെടുത്ത് കൗസല്യയ്ക്കും ബാക്കി പകുതി കൈകേയിക്കും കൊടുത്തു. കൗസല്യ തനിക്ക് ലഭിച്ച പായസത്തിൽ നിന്ന് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട കൈകേയിയും തൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. 3 പേരും ഗർഭം ധരിച്ചു. ദശരഥൻ ധാരാളം ദാനങ്ങൾ ചെയ്തു. സീമന്തം, പുംസവനം തുടങ്ങിയ ചില ചടങ്ങുകളുണ്ട്, അതെല്ലാം ചെയ്തു. ഗർഭം പൂർണ്ണമായി 4 പുത്രന്മാരുണ്ടായി. പുണർദം നക്ഷത്രത്തിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ കൗസല്യാദേവിയുടെ പുത്രനായി അവതരിച്ചു. പ്രകൃതി മുഴുവനും ആ അവതാരത്തിൽ സന്തോഷിച്ചു. പിറ്റേ ദിവസം കൈകേയിയുടെ പുത്രൻ ജനിച്ചു. അതിനുശേഷം സുമിത്രയ്ക്ക് 2 പുത്രന്മാരുണ്ടായി. പുത്രന്മാരുണ്ടായ വാർത്ത കേട്ട് ദശരഥന് വളരെയധികം സന്തോഷമുണ്ടായി. വിവരം വന്നു പറഞ്ഞ ഭൃത്യന്മാർക്കെല്ലാം വസ്ത്രം, ആഭരണം തുടങ്ങിയവ ദാനം ചെയ്തു. രാജാവ് പുത്രന്മാരെ കണ്ട് സന്തുഷ്ടചിത്തനായി. പിന്നെയും സ്വർണം, രത്നങ്ങൾ, ഗ്രാമങ്ങൾ തുടങ്ങി വിവിധ വസ്തുക്കൾ ജനങ്ങൾക്ക് ദാനം ചെയ്തു. രാജാവിന് പുത്രനുണ്ടായ വാർത്ത കേട്ട് നാട്ടുകാർക്കെല്ലാം സന്തോഷമായി. പുത്രന്മാർക്ക് പേരിടാൻ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ചടങ്ങ് നടത്തി. കൗസല്യദേവിയുടെ പുത്രന് ഈ കുട്ടിയെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും സൗന്ദര്യമാണ്. എല്ലാവരും അവനിൽ രമിക്കുന്നു. അതുകൊണ്ട് രാമൻ എന്ന് പേരിട്ടു. കൈകേയിയുടെ പുത്രൻ ഭരണത്തിൽ സമർത്ഥനാവും എന്നതുകൊണ്ട് ഭരതൻ എന്നും, ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാമർഥ്യമുള്ള സുമിത്ര തനയന് ശത്രുഘ്നൻ എന്നും, നല്ല ലക്ഷണങ്ങളോട് കൂടിയവനായതുകൊണ്ട് ലക്ഷ്മണൻ എന്ന് മറ്റേ പുത്രനും പേരിട്ടു. ഇങ്ങനെ 4 പേർക്കും പേരുകൾ നിശ്ചയിച്ചു. സുന്ദരന്മാരായ കുമാരന്മാർ 4 പേരും അയോധ്യയിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വളർന്നു വന്നു. വിദ്യാഭ്യാസകാലമായപ്പോൾ ഗുരുവായ വസിഷ്ഠൻ വേണ്ടതുപോലെ വിദ്യാഭ്യാസം ചെയ്യിച്ചു. ഉപനയന കർമ്മവും ചെയ്തു.
വളരെ വേഗം വിദ്യകളെല്ലാം കുമാരന്മാർ പഠിച്ചു. വേദശാസ്ത്രങ്ങളും ആയുധാഭ്യസനങ്ങളും എല്ലാം അവർ വളരെ വേഗം പഠിച്ചു.